നമസ്കാരം. 1781 ഇറ്റലിയിലെ അസീസിൽ ഫ്രാൻസിസ് ജനിച്ചു. പിതാവ് പട്ടുവസ്ത്ര വ്യാപാരിയും ധനികനുമെന്ന പീറ്റർ ബെർണാദോനും അമ്മ പീക്കായുമായിരുന്നു. അമ്മ മകനെ ദൈവഭീതിയിലും സുഹൃതങ്ങളിലും വളർത്തി. അപ്പൻ മകനെ കച്ചവട കാര്യങ്ങളിൽ നിയോഗിച്ചു. ധനവും സ്വാതന്ത്ര്യവും കിട്ടിയ വിശുദ്ധ ഫ്രാൻസിസ് ലോകാവസരങ്ങളിലും ആർഭാടങ്ങളിലും മുഴങ്ങി ഒരു യുവരാജാവിനെ പോലെ ജീവിച്ചു. 1262 സൈനിക സേവനത്തിനായി പുറപ്പെട്ടു. പക്ഷേ പരാജിതനും രോഗിയുമായിരുന്ന അയാൾ വീട്ടിലേക്ക് മടങ്ങിയെത്തി. ഒരു ദിവസം കൂട്ടുകാരുമായി ഒത്ത് ഉല്ലസിച്ചു വരുന്ന ആ ഒരു രാത്രി അദ്ദേഹം ദൈവസ്വരം ശ്രവിച്ചു. ആരെയാണ് രക്ഷിക്കുന്നത് ഉചിതം, യജമാനെയോ അതോ ദാസനെയോ? യജമാനെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ വീട്ടിലേക്ക് മടങ്ങൂ, അവിടെ ചെല്ലുമ്പോൾ ബാക്കി കാര്യങ്ങൾ അറിയിക്കാം. ദൈവസ്വരം ശ്രവിച്ച് വിശുദ്ധ ഫ്രാൻസിസ് അന്ന് രാത്രി വളരെയധികം പ്രാർത്ഥനയിൽ മുഴുകി. ബീക്കളെ സഹായിക്കാനായി പിതാവിന്റെ കടയിൽ നിന്ന് പട്ടുവസ്ത്രങ്ങളും ധനവും എടുത്ത് ദരിദ്രർക്ക് നൽകി. ദരിദ്രരെ ശുശ്രൂഷിക്കുകയും കുഷ്ഠരോഗികളെ ആശ്രയിക്കുകയും ചെയ്യുന്നപ്പോൾ താൻ ഇതെല്ലാം ദൈവത്തിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് തോന്നി. കുടുംബസ്വത്തിലുള്ള തൻ്റെ ഓഹരിയും യഥേഷ്ടം പിതാവ് ഉപയോഗിച്ചു കൊള്ളട്ടെ എന്ന് രേഖപ്പെടുത്തി ഒരു യാചകനെ പോലെ അദ്ദേഹം തെരുവുകളിലേക്ക് ഇറങ്ങി. ഇനി മുതൽ കർത്താവാണ് എൻ്റെ പിതാവെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പ്രഖ്യാപിച്ചു. ഈശോയുടെ ജനനം ചിത്രീകരിച്ച് പുൽക്കൂട് നിർമ്മാണം ആരംഭിച്ചത് ഫ്രാൻസിസ് ആണ്. 1226 ഒക്ടോബർ 3 ഒരു സായാഹ്നത്തിൽ 142 സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് തറയിൽ കിടന്നാണ് അദ്ദേഹം മരിക്കുന്നത്. തുടർന്ന് 1228 വർഷത്തിൽ സഭ അദ്ദേഹത്തിന് വിശുദ്ധനായി പ്രഖ്യാപിച്ചു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.